Good morning, students. അടുത്തൊരു പ്രോബ്ലം ആണ്. The value of integral minus 10 to plus 10 0.0002 x cube minus 0.3x plus 20 dx. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ 0.0002 x cube minus 0.3x plus 20 dx. ഇവിടെ നമ്മൾ ഇതിന്റെ ലിമിറ്റ് നോക്കിയേ. ഇവിടെ -10 ആണ്, ഇവിടെ +10 ആണ്. നമ്മൾ ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ ഫോർമുല? -a2 plus a f of x dx. That is equal to 2 times 0 to a f of x dx when f of x is even. Equal to 0 f of x is odd. ഇത് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. അതായത് ഇവിടെ ഫംഗ്ഷൻ f of x അതിന്റെ ലിമിറ്റ് -aയും +aയും, അതായത് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് സൈൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ f of x എന്നുള്ള ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് എഴുതാം? 2 times 0 to a f of x dx എന്ന് എഴുതാം. അത് ഓഡ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. എന്താണ് ഓഡ്, എന്താണ് ഈവൻ, അതൊന്ന് അറിഞ്ഞത് നല്ലതാണ്. ഇപ്പോ f of x is equal to നമ്മൾ x എന്ന് എടുക്കാം. അപ്പൊ x ന് -x കൊടുത്തു നോക്കിയാൽ നിങ്ങള് -x കൊടുക്കുമ്പോൾ f of -x എന്നുള്ള എന്ത് കിട്ടും? -x. ദാറ്റ് ഈസ് ഈക്വൽ എന്താണ്? -f of x എന്ന് കിട്ടും. അപ്പൊ f of -x എന്നുള്ളത് -fx കിട്ടുകയാണെങ്കിൽ നമ്മൾ f of x എന്തായിരിക്കും? f of x is odd. ഇനി നമ്മൾ വേറൊരു ഫംഗ്ഷൻ എടുക്കാം. അനദർ എക്സാമ്പിൾ. f of x is equal to x² എടുക്കാം. അപ്പൊ x is equal to -x എടുക്കുമ്പോൾ f of -x എന്താ കിട്ടണേ? -x the whole square, that is equal to x square, that is equal to f of x, no change. f of -x is equal to എന്താ കിട്ടിയത്? f of x ആണ് കിട്ടിയത്. ഇവിടെ f of x എന്താണ്? f of x is even. അപ്പൊ ഒരു ചേഞ്ചും വന്നില്ല എങ്കിൽ, എക്സിന് പകരം -x കൊടുക്കുമ്പോൾ ഒരു ചേഞ്ചും വരുന്നില്ല എങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഈവൻ ഫംഗ്ഷൻ. അത് മൈനസ് ആയിട്ട് മാറുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ വിളിക്കുന്ന പേരാണ് ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ x² എന്ത് ഫംഗ്ഷൻ ആണ്? x² എന്ന് പറഞ്ഞ ഈവൻ ഫംഗ്ഷൻ ആണ്. x എന്ന് പറയുന്നത് എന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ sin x നോക്കാം. sin x f of x equal to sin x. നമ്മൾ x ന് -x കൊടുത്തു നോക്കിയേ. -x കൊടുക്കുമ്പോൾ sin -x വരും. sin -x എന്ന് പറഞ്ഞാൽ എന്താണ്? -sin x ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? sin -θ -sin θ. അപ്പൊ ഇതെന്താണ്? -f of x വരും. അപ്പൊ sin x എന്ത് ഫംഗ്ഷൻ ആണ്? sin x is an odd. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. f of x cos x എടുത്തേ. അപ്പൊ f of -x ആണ്, cos -x വരും. cos -x എന്ന് പറഞ്ഞാൽ എന്താണ്? cos x ആണ്. that is equal to f of no change. അപ്പോ ഈ cos x എന്ത് ഫംഗ്ഷൻ ആണ്? cos x is even. അപ്പൊ ഇതാണ് ഓഡ് ഫംഗ്ഷന്റെ ഈവൻ ഫംഗ്ഷൻ പിന്നിലുള്ള തിയറി. ഇനി അതുപോലെ തന്നെ ഓഡ് ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ഓഡ് ഫംഗ്ഷനെ ഈവൻ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഈവൻ ഫംഗ്ഷനെ ഈവൻ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഓഡ് ഈവൻ എന്നുള്ള കൺസെപ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നമുക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഓഡ് ആവുന്നത്? എക്സിന് -x കൊടുക്കുമ്പോൾ -fx വരാണെങ്കിൽ അത് ഓഡ്. എക്സിന് -x കൊടുക്കുമ്പോൾ f of -x f of no ചേഞ്ച് വരുന്നില്ല എങ്കിൽ അത് പറയുന്നത് ഈവൻ. കേട്ടോ? ഓഡിന്റെ ഓഡ് എന്താണ്? ഈവൻ. ഈവന്റെ ഈവൻ എന്താണ്? ഈവൻ. ഓഡിന്റെ ഈവൻ എന്താണ്? ഓഡ്. അപ്പൊ ഇവിടെ പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? -a2 plus a f of x dx എന്ന് പറയുന്നത് 2 times 0 to a f of x dx when f of x is even. -a to a f of x dx is equal to 0 f of x is odd. ഓഡ് ഫംഗ്ഷൻ, ഈവൻ ഫംഗ്ഷൻ, അതിന്റെ പ്രോപ്പർട്ടി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് നിങ്ങൾ ഓർമ്മ വയ്ക്കണം. ഇടയ്ക്ക് ചില പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഈ പ്രോബ്ലം നോക്കാം. നമ്മുടെ പ്രോബ്ലം എന്താണ്? ഇവിടെ -10 to +10 0.002 x³ -0.3x plus 20 dx ആണ്.
നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. -10 to +10 0.0002x³ dx ആദ്യത്തെ ടേം മൈനസ് 0.3x dx രണ്ടാമത്തെ ടേം. ഇവിടെ എത്രയാണ്? -10 to +10. അടുത്ത ടേം എന്താണ്? 20 into dx -10 to 10. ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഓഫ് ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ. ഇവിടെ 0.0002x³. x³ എന്ത് ഫംഗ്ഷൻ ആണ്? x³ എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ആദ്യത്തിന്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാം? 0. നമ്മൾ ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത്? -a to a f(x) dx എന്ന് പറഞ്ഞാൽ 0 when f(x) is odd. ഈ x³ എന്നുള്ള എന്ത് ഫംഗ്ഷൻ ആണ്? x³ എന്നുള്ളത് ഓഡ് ഫംഗ്ഷൻ ആണ്. ആദ്യത്തെ ടൈം 0 കിട്ടി. രണ്ടാമത്തെ നോക്കാം. ഇന്റഗ്രൽ -10 to +10 0.3x dx. ഈ x എന്നുള്ള എന്ത് ഫംഗ്ഷൻ ആണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ രണ്ടാമത്തെ വാല്യൂ നമുക്ക് 0 കിട്ടി ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഓഡ് ഫംഗ്ഷൻ. ഇനി അടുത്ത മൂന്നാമത്തെ കേസിൽ 20 into 1 ആണ്. ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 20 പുറത്തേക്ക് എഴുതി 20 എന്നുള്ള കോൺസ്റ്റന്റ് പുറത്ത് എഴുതിയിട്ട് 20 into 2 into 0 to 10 dx. 20 എന്നുള്ള കോൺസ്റ്റന്റ് നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ -10 to 10 ഇത് ഈവൻ ഫംഗ്ഷൻ അതിന്റെ പേരിൽ 0 to 10 dx എഴുതി. അപ്പൊ നമുക്ക് 0 ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമ്മൾ ചെയ്യുമ്പോൾ 40 into ഇവിടെ നമ്മൾ 1 എന്നുള്ള ഫംഗ്ഷൻ ആണ്. അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? x വരും. 0 to 10 വരും. അപ്പൊ 40 into 10 minus 0. അപ്പൊ ആൻസർ കിട്ടുന്നത് എന്താണ്? 400 എന്ന ആൻസർ. 400 ആൻസറുകൾ ഉണ്ടോ എന്നൊക്കെ ആൻസർ ഉണ്ട്. ബി എന്നുള്ള ആൻസർ ആണ്. അപ്പോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇവിടെ നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ ഓഡ് ഫംഗ്ഷന്റെയും ഈവൻ ഫംഗ്ഷന്റെയും പ്രോപ്പർട്ടി ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആ പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? ഇന്റഗ്രൽ -a to a f(x) dx എന്ന് പറയുന്നത് 2 times 0 to a f(x) dx when f(x) is even. ഇനി ഈക്വൽ ടു 0 when f(x) is odd. ഓഡ് ഫംഗ്ഷൻ എന്താണ്? ഈവൻ ഫംഗ്ഷൻ എന്താണ്? x³ x⁵ sin x ഇതൊക്കെ എന്ത് ഫംഗ്ഷൻ ആണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. x² x⁴ cos x ഒക്കെ എന്ത് ഫംഗ്ഷൻ ആണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷന്റെയും ഈവൻ ഫംഗ്ഷന്റെയും പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ ഇത്രയും സ്റ്റെപ്സ് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് 0 ആണ്, ഇത് 0 ആണ്, ബാക്കി 20 ഉള്ളൂ. അപ്പൊ ഇന്റഗ്രൽ 1 dx 0 to 10. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x കിട്ടും. അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടും. 400 അപ്പോ 40 into 10. ഫോർ ആൻസർ എത്രയാണ്? 400. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. വളരെ പെട്ടെന്ന് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ശരി.